Good afternoon, everyone. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് 5ാം സെമിസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള കോർ പേപ്പറായ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1 ടോപ്പിക് നമ്പർ 1 ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ മിഥുലാജ്, ഐ എം അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മലപ്പുറം. In this video, we are discussing about what is language, what is linguistics, and some various definitions of language. First of all, language is a means of communication. It is a means of conveying our thoughts, ideas, feelings, and emotion to other people. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ചിന്തകളും ഐഡിയകളും ഫീലിങ്സ്, ഇമോഷൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ഉള്ള ഒരു മാധ്യമമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് എന്താണ് ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മറുപടികൾ ഉണ്ടാവും. അത് നമുക്ക് വിടാം. നമ്മൾ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ലിംഗ്വിസ്റ്റ് ഇതിനെ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത ടേം ലിംഗ്വിസ്റ്റിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ലിംഗ്വിസ്റ്റിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ ശാസ്ത്രീയപരമായ പഠനമാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്ന ഭാഷാ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ലിംഗ്വിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് പല ലിംഗ്വിസ്റ്റും ഭാഷയുടെ പല നിർവചനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഡ്വേർഡ് സാപ്പിർ അദ്ദേഹം പറയുന്നത്, ലാംഗ്വേജ് ഈസ് പ്യുവർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ് ബൈ മീൻസ് ഓഫ് വോളണ്ടറിലി പ്രൊഡ്യൂസ്ഡ് സിമ്പിൾസ്. നമ്മൾ സ്വമേധയാ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില പ്രതീകങ്ങൾ, സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഐഡിയാസ്, ഇമോഷൻസ്, ഡിസൈർസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് പ്യുവർലി ഹ്യൂമൻ. ഇത് മനുഷ്യ സംബന്ധിയാണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ഭാഷ എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനീഷൻസ് അത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ദിസ് ഡെഫിനിഷൻ ഈസ് റാദർ ഇൻകംപ്ലീറ്റ് ബിക്കോസ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ് ആർ നോട്ട് ദി ഓൺലി തിങ്സ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ലാംഗ്വേജ്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഐഡിയാസ്, ഇമോഷൻസ്, ഡിസയേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ലാംഗ്വേജ് എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ നിർവചനമായിട്ട്, ഒരു പൂർണ്ണമായ ഡെഫിനിഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ദ ടേം ലാംഗ്വേജ് കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഇംപ്ലിക്കേഷൻ സച്ച് എസ് ബോഡി ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ് ആൻഡ് ആനിമൽ ലാംഗ്വേജ്. അതായത് ഭാഷ എന്ന് പറയുന്നത് വിവിധ തരം ഇംപ്ലിക്കേഷൻസിനെ കൈകാര്യം ചെയ്യുന്നു. അതായത് അതടങ്ങുന്നു, വിവിധ തരം ഇംപ്ലിക്കേഷൻസ് അടങ്ങുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബോഡി ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ്, ആനിമൽ ലാംഗ്വേജ് എന്നിങ്ങനെ വിവിധ തരം ഇംപ്ലിക്കേഷൻസ് ഭാഷ, ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നു. സോ വി കാൺട്ട് കോൾ ഇറ്റ്സ് കംപ്ലീറ്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ബൈ സ്റ്റുവർട്ട് ഹാൾ. Language is the institution whereby humans communicate
and interact with each other by means of habitually used oral, auditory, arbitrary symbols. അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് മനുഷ്യൻ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത ഹാബിച്വലി യൂസ് ചെയ്ത ഒരു ഓറൽ ഓഡിറ്ററി, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഭാഷയ്ക്ക്, ലാംഗ്വേജിന് സ്റ്റുവർട്ട് ഹാൾ നൽകുന്ന നിർവചനം. ഈ നിർവചനം അതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Hall's definition is narrow because it regards language purely as a human institution. നേരത്തെ എഡ്വേർഡ് സാപ്പിർ പറഞ്ഞ അതേ ആർഗ്യുമെൻ്റാണ്. എഡ്വേർഡ് സാപ്പിറിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാം. എഡ്വേർഡ് സാപ്പിർ പറയുന്നത് ലാംഗ്വേജ് ഈസ് പ്യുവർലി ഹ്യൂമൻ, മനുഷ്യ സംബന്ധിയാണ്, മനുഷ്യനുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നാണ് ഭാഷ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എഡ്വേർഡ് സാപ്പിർ വെച്ച് പുലർത്തുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ സ്റ്റുവർട്ട് ഹാളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഹി ഈസ് ഓൾസോ tells like the institution whereby humans communicate. Within quotes, human communicates. So he himself also stands in the point of view of Edward Sapir, but we know that animals do communicate. Animals have their own language. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങളും പരസ്പരം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കും അവരുടേതായ ഭാഷയുണ്ട്. സോ ഇനി കുറച്ചുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനിലോട്ട് നമ്മൾ പോകുന്നു. നോം ചോംസ്കിയുടെ ഡെഫിനിഷനാണ്. എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ് സെൻറ്റൻസസ്, each finite in length and constructed out of a finite set of elements. നോക്കൂ, this definition is based on structural features of language. ഭാഷയുടെ ഘടനാപരമായ പ്രത്യേകതകളെ മുൻനിർത്തിയുള്ള ഒരു ഡെഫിനിഷനാണ് നോം ചോംസ്കി തന്നിട്ടുള്ളത്. He showed how language can be investigated by analyzing it into its constituent elements. ഭാഷയെ ചെറിയ ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് കട്ട് ചെയ്ത് അതിനെ വിശദമായ പഠനത്തിന് വിധേയമാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറയുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്സ് കൂടിച്ചേർന്ന്, അതായത് ഫൊണീംസ് കൂടിച്ചേർന്ന് മോർഫീം ഉണ്ടാകുന്നു. ഫൊണീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജിനെ കട്ട് ചെയ്ത് ഏറ്റവും ചെറുതാക്കുമ്പോൾ കിട്ടുന്ന മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റാണ് ഫൊണീം. സോ ഫൊണീംസ് കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? മോർഫീംസ് ആർ ദ മിനിമൽ മീനിങ്ഫുൾ യൂണിറ്റ്സ് ഓഫ് സൗണ്ട്സ്. സോ ഫൊണീംസ് കൂടിച്ചേർന്ന് മോർഫീംസ് ഉണ്ടാവുന്നു, മോർഫീംസ് വീണ്ടും കൂടിച്ചേർന്ന് വേർഡ്സ് ഉണ്ടാവുന്നു, വേർഡ്സ് കൂടിച്ചേർന്ന് സെൻറ്റൻസ് ഉണ്ടാവുന്നു, പിന്നെ സെൻറ്റൻസ് കൂടിച്ചേർന്ന് പാരഗ്രാഫ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് എ പ്രോപ്പർ സ്ട്രക്ചർ. ഇതൊരു വളരെ അടുക്കും ചിട്ടയോടുകൂടി വെച്ചിട്ടുള്ള ഒരു ഘടനയാണ്. സോ നോം ചോംസ്കിയുടെ ഡെഫിനേഷൻ ഇതിൻ്റെ ഭാഷയുടെ ഘടനാപരമായ പ്രത്യേകതകളെ മുൻനിർത്തിയിട്ടുള്ളതാണ്. വളരെ കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് റൂൾസ് വെച്ചിട്ട്, അതായത് നമുക്ക് എണ്ണപ്പെടുന്ന കുറച്ച് പരിമിതമായ റൂൾസ് വെച്ചിട്ട് നമ്മൾ എത്രയോ വാക്കുകളെ, പുതിയ വാക്കുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ഒരു ഡെഫിനിഷനാണ് അദ്ദേഹം തരുന്നത്. അത് മറ്റുള്ള രണ്ടുപേരുടെയും, എഡ്വേർഡ് സാപ്പിർ അതേപോലെ സ്റ്റുവർട്ട് ഹാൾ, ഇവരുടെ രണ്ടുപേരുടെയും ഡെഫിനിഷനിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ ഈ 3 പേരുടെയും ഡെഫിനിഷൻസ് വിലയിരുത്തുമ്പോൾ നമുക്ക് ലാംഗ്വേജ് എന്ന ഒരു വാക്ക് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ എല്ലാതരം ഡയമെൻഷനുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡെഫിനീഷൻ നൽകാൻ ലിംഗ്വിസ്റ്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ.
ഇനി ലാംഗ്വേജിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണ്. ഈ പറഞ്ഞ ഡെഫിനിഷൻസിനകത്ത് അവർ ഉൾക്കൊള്ളിക്കാത്ത കുറച്ച് ഫീച്ചേഴ്സ്. ലാംഗ്വേജ് ഇസ് യൂബിക്വിറ്റസ്. യൂബിക്വിറ്റസ് മീൻസ് സർവ്വവ്യാപിയായ, സ്പ്രെഡ് എവ്രിവെയർ, എല്ലാ സ്ഥലത്തും എല്ലായിടത്തും പരന്നു കിടക്കുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്നുള്ള ഒരു പോയിൻ്റാണത്. ലാംഗ്വേജ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വി നോ ദാറ്റ്. Language is systematic. Yes, it's consists a proper structure. Language is conventional. Language is arbitrary. This term is very important. Language is arbitrary. We will discuss what is arbitrariness in next video. Language is social. Language is cultural. Language is social because it's a social tool. A language is cultural. Language transmits through culture. Language has a duality of structure. We already discussed that. Language is structured in two levels: level of sounds and level of meanings, that is phoneme and morpheme. Language is recursive, displacement, transference. Language is dynamic. ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പോകുന്നുണ്ട്. കാരണം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ഓരോ ടേംസ്, ആർബിട്രറിനെസ്, കൾച്ചറൽ ട്രാൻസ്മിഷൻ, ഡ്യുവാലിറ്റി ഓഫ് സ്ട്രക്ചർ, റീകർസീവ്നെസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ട്രാൻസ്ഫറൻസ്, ഇത്തരം എല്ലാ പോയിന്റും തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. Please like and share this video and subscribe my channel. Thank you.